ഖുറാന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ നാട്ടുകാരെ പറ്റിച്ച് പിരിവ് നടത്തി മേലനങ്ങാതെ സുഖിച്ച് ജീവിക്കുന്ന ഒരു കള്ള നാണയത്തെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ആറ്റക്കോയ തങ്ങൾ ലൈവിൽ വരുന്ന സമയത്ത് ഒരു സ്ത്രീ തൊട്ടപ്പുറത്തേക്ക് വരികയും തങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയും പിന്നെ കുറെ നിലവിളിയും ഒച്ചപ്പാടും കേൾക്കുകയും ചെയ്യുന്ന വീഡിയോ സഹിതം പുറത്തുവിട്ടുകൊണ്ട് ഞങ്ങൾ ആറ്റക്കോയ തങ്ങൾ ഇതിനൊരു വിശദീകരണം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആറ്റക്കോയ തങ്ങൾ ആ പെണ്ണിനെ കയറി പിടിക്കുകയും സ്ത്രീകളെ ചൂഷണം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് ആറ്റക്കോയ തങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത് വലിയ തോതിൽ വൈറലാവുകയും ഏറ്റവും ഒടുവിൽ മറുനാടൻ മലയാളി അടക്കമുള്ള യൂട്യൂബർമാർ ഇത് ഏറ്റെടുക്കുകയും കേരളം മുഴുവൻ വലിയ ചർച്ചയാവുകയും ചെയ്തു. അതായത് ആറ്റക്കോയ തങ്ങൾ പറയുന്ന പല കാര്യങ്ങൾക്കും യാതൊരു ലോജിക്കുമില്ല എന്ന് കേരളം ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികൾ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ ജേർണലിസ്റ്റ് പുറത്തുവിട്ട വീഡിയോകൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ ആറ്റക്കോയ തങ്ങളുടെ ചില അടിമ ശിഷ്യന്മാർ നമ്മുടെ കമന്റ് ബോക്സിലടക്കം വന്നുകൊണ്ട് നമ്മളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് തങ്ങളുപ്പാപ്പാന്റെ പേര് പറയാൻ നിനക്കെന്താണ് യോഗ്യത എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങളാണ്. അതുപോലെ ആറ്റക്കോയ തങ്ങൾ ചില വിശദീകരണ വീഡിയോകൾ കൊടുത്തു എന്നും അറിയാൻ കഴിഞ്ഞു. ഇയാളുടെ വീഡിയോകൾ വാർത്തയുടെ കാര്യത്തിനായി പരിശോധിക്കാൻ നോക്കുമെന്നല്ലാതെ തലയ്ക്കകത്ത് ആൾതാമസമുള്ള ഒരാളും ഇയാൾ പറയുന്ന തള്ളുകൾ കേട്ടിട്ട് തലകുലുക്കിയിരിക്കില്ല. കാരണം അത്രയും മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളുമാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പൈസ സ്വർണമൊക്കെ എങ്ങനെ പിരിക്കാം പാവങ്ങളുടെ പേര് പറഞ്ഞ് എന്നതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇയാൾ. പ്രവാചകന്റെ പേരക്കുട്ടിയാണ്, അടുത്തയാളാണ്, ആൾ ദൈവമാണെന്നൊക്കെ പറയാതെ പറഞ്ഞു നേരിട്ട് പറഞ്ഞും ഒക്കെ ഇയാൾ നടത്തുന്നത് വലിയ ആത്മീയ ബിസിനസ് ആണെന്നേ, അതിലൊരു തർക്കവുമില്ല. ഇതിന്റെയൊക്കെ രേഖകൾ, എത്ര രൂപ വന്നു, എത്ര രൂപ പാവങ്ങൾക്ക് കൊടുത്തു, അതിന്റെ കണക്കുകളൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ കിടന്ന് ഉരുളുകയാണ്.